ഹലോ എവരി വൺ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫെയർസാണ് ഡിസ്കസ് ചെയ്യുക. ഇന്നത്തെ കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ മാത്സിൻ്റെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് ലെസൺസ് ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷോർട്ട് കട്ട്സ്, മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട്സ് ആണ്. ഇന്നലെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും മൾട്ടിപ്ലിക്കേഷൻ്റെ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഈ വീഡിയോസൊക്കെ കാണുന്ന പോലെ തന്നെ അതും ഒന്ന് കണ്ടു നോക്കൂ. ജസ്റ്റ് എങ്ങനെയുണ്ട് അഭിപ്രായം എന്നൊക്കെ നിങ്ങളതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോൻ്റെയും അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം. സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം. CISF ഒഫീഷ്യൽ ഗീത സമോട്ട ബിക്കംസ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യൻ ടു സമ്മിറ്റ് 2 പീക്സ്. 2 പീക്സ് കയറുന്ന, ഏറ്റവും ഫാസ്റ്റായിട്ട് കയറുന്ന ഫാസ്റ്റസ്റ്റ് ഇന്ത്യനായി ഗീത സമോട്ട. അപ്പോൾ CISF, അതായത് സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒഫീഷ്യലായ ഗീത സമോട്ടയാണ് ഫാസ്റ്റസ്റ്റ് ഇന്ത്യനായത് ടു സമ്മിറ്റ് 2 പീക്സ് ലൊക്കേറ്റഡ് ഇൻ ആഫ്രിക്ക ആൻഡ് റഷ്യ. ആഫ്രിക്കയിലും റഷ്യയിലും സ്ഥിതി ചെയ്യുന്ന 2 പീക്സാണ് കയറിയത്, ഫാസ്റ്റായിട്ട് കയറിയത്. ഫാസ്റ്റസ്റ്റ് ഇന്ത്യനായിട്ട് ഇപ്പോൾ ഗീത സമോട്ട ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമോട്ട വർക്ക്സ് വിത്ത് ദ സെൻട്രൽ ഇൻഡസ്ട്രി സെക്യൂരിറ്റി ഫോഴ്സ്, എ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സ് അണ്ടർ ദ കമാൻഡ് ഓഫ് ദ യൂണിയൻ ഹോം മിനിസ്ട്രി. അപ്പോൾ ഇതാണ് ന്യൂസ്. CISF ഒഫീഷ്യലായ ഗീത സമോട്ട ഫാസ്റ്റസ്റ്റ് ഇന്ത്യനായി, 2 പീക്സ് കയറുന്ന ഫാസ്റ്റസ്റ്റ് ഇന്ത്യനായി ഗീത സമോട്ട. അപ്പോൾ CISF റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നമുക്ക് നോക്കാം. അതിൻ്റെ ഫൗണ്ടേഷൻ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10th March 1969 ഫൗണ്ട് ചെയ്തത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഡയറക്ടർ ജനറൽ, CISFൻ്റെ ഡയറക്ടർ ജനറലാണ് സുധീർ കുമാർ സക്സേനയാണ് CISFൻ്റെ ഡയറക്ടർ ജനറൽ. അടുത്ത ന്യൂസ്, പാൻ കാർഡും ആധാർ കാർഡും തമ്മിലുള്ള ലിങ്കിങ് ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് March 2022 വരെ. 2022 മാർച്ച് വരെ പാൻ ആധാർ ലിങ്കിങ് ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പുള്ള ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ September 30, 2021 ആയിരുന്നു. അത് March 31, 2022 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ന്യൂസ്, ഗവൺമെൻറ് ടു ട്രെയിൻ 50,000 യൂത്ത്സ് ഇൻ 3 years അണ്ടർ റെയിൽ കൗശൽ വികാസ് യോജന. അപ്പോൾ റെയിൽ കൗശൽ വികാസ് യോജനയുടെ അണ്ടറിൽ ഗവൺമെൻറ് 50,000 യൂത്ത്സിന് 50,000 പേരെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ, യങ് ആയിട്ടുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വരണ 3 വർഷത്തിൽ 50,000 യൂത്ത്സിനെ ട്രെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The government has launched a Rail Kaushal Vikas Yojana to empower youth by way of providing entry-level training in industry-relevant skills through railway training institutes. അപ്പോൾ റെയിൽവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോ ഗവൺമെൻറ് 50,000 യൂത്ത്സിനെയാണ് 3 വർഷത്തിൽ ട്രെയിൻ ചെയ്യാൻ, റെയിൽ കൗശൽ വികാസ് യോജനയുടെ അണ്ടറിലാണ് ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ന്യൂസ്, പഞ്ചാബ് ഗെറ്റ്സ് ഇറ്റ്സ് ഫസ്റ്റ് ദളിത് ചീഫ് മിനിസ്റ്റർ ഇൻ ചരൺജിത് സിംഗ് ചാനി. അപ്പോൾ ചരൺജിത് സിംഗ് ചാനി ഫസ്റ്റ് ദളിത് ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബായി. അപ്പോൾ ഇത് പഞ്ചാബിൻ്റെ ഫസ്റ്റ് ദളിത് ചീഫ് മിനിസ്റ്ററാണ് സെലക്ട് ആവുന്നത്. ചരൺജിത് സിംഗ് ചാനി എന്നാണ് പേര്, ചന്നി. അപ്പോൾ ബ്രാം മൊഹീന്ദ്ര, സുഖീന്ദർ രന്ധാവ ഒക്കെയാണ് പഞ്ചാബിൻ്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ പഞ്ചാബ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് പഞ്ചാബിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. പഞ്ചാബിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗറാണ്. പഞ്ചാബിൻ്റെ ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ പുതുതായിട്ട് ചാർജ് ഏറ്റെടുത്ത ചരൺജിത് സിംഗ് ചാനി, ഫസ്റ്റ് ദളിത് ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ്. പിന്നെ ഗവർണർ ബൻവറിലാൽ പുരോഹിതാണ്. പിന്നെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട് പഞ്ചാബിൽ. അബോഹർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹരിക്കെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബിർ മോത്തിബാഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ജാജർ ബച്ചൗളി വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ ബിർബാദ് സൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അടുത്ത ന്യൂസ്, കാവേരി ബാംസായ്സ് ബുക്ക് ദ 3 Khans ആൻഡ് ദ എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ. അപ്പോൾ കാവേരി ബൻസായുടെ പുതിയ ബുക്കാണ്, ലേറ്റസ്റ്റ് ബുക്കാണ് ദ 3 Khans ആൻഡ് എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ.
അപ്പോൾ അത് ആ ഒരു ബുക്കിൽ സീനിയർ ജേർണലിസ്റ്റ് കാവേരി ബംസായ് ഹാസ് ജസ്റ്റാപോസ്ഡ് ദ കരിയേഴ്സ് ഓഫ് 3 ഖാൻസ്, അതായത് അമീർ ഖാൻ, ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഇവരുടെ കരിയേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ബുക്കാണ് ഈ ദ 3 ഖാൻസ് ആൻഡ് ദ എമർജൻസ് ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ്, ജുംഫ ലാഹിരീസ് ലേറ്റസ്റ്റ് ഈസ് എ ബുക്ക് ഓൺ ട്രാൻസ്ലേഷൻ വിൽ ഹിറ്റ് ദ ഷെൽഫ്സ് നെക്സ്റ്റ് സ്പ്രിംഗ്. അപ്പോൾ ജുംഫ ലാഹിരിയുടെ അപ്കമിങ് ബുക്കിൻ്റെ പേരാണ് ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ്. അടുത്ത സ്പ്രിങ്ങിൽ റിലീസാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ന്യൂസ്, ഫോർമർ ഇംഗ്ലണ്ട് ഫുട്ബോളർ ജിമ്മി ഗ്രീവ്സ് ഡൈസ് ഏജ്ഡ് 81. 81 വയസ്സിൽ ജിമ്മി ഗ്രീവ്സ് മരിച്ചു. ജിമ്മി ഗ്രീവ്സ് ആരായിരുന്നു ചോദിച്ചാൽ ഫുട്ബോളറായിരുന്നു. ഏത് രാജ്യക്കാരനായിരുന്നു ചോദിച്ചാൽ ഇംഗ്ലണ്ട് ഫുട്ബോളറാണ് ജിമ്മി ഗ്രീവ്സ്. അടുത്ത ന്യൂസ്, പ്രപ്പോസ്ഡ് ഹെറിറ്റേജ് വില്ലേജ് അറ്റ് സിംഗപ്പെരുമാൾ കോയിൽ അണ്ടർ റർബൺ മിഷൻ ടു ബൂസ്റ്റ് ടൂറിസം. അപ്പോൾ പ്രപ്പോസ്ഡ് ഹെറിറ്റേജ് വില്ലേജ് അറ്റ് സിംഗപ്പെരുമാൾ കോയിൽ അണ്ടർ റർബൺ മിഷൻ ടു ബൂസ്റ്റ് ടൂറിസത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപ്പോസ്ഡ് ഹെറിറ്റേജ് വില്ലേജ് സിംഗപ്പെരുമാൾ കോയിൽ ഒരു പ്രപ്പോസ്ഡ് ഹെറിറ്റേജ് വില്ലേജ് സെറ്റപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ സെൻറ്റേഴ്സ് പ്രപ്പോസ്ഡ് പ്ലാൻ ടു ക്രിയേറ്റ് എ ഹെറിറ്റേജ് വില്ലേജ് ആൻഡ് ബൂസ്റ്റ് ടൂറിസം അറ്റ് സിംഗപ്പെരുമാൾ കോയിൽ ആൻഡ് നിയർ ബൈ വില്ലേജസ് അബൌട്ട് 40 കിലോമീറ്റർ സൗത്ത് ഓഫ് ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ സൗത്താണ്. ഈസ് എക്സ്പെക്റ്റഡ് ടു ഗിവ് എ മച്ച് നീഡഡ് ഫിലിപ്പ് ടു ദ റീജിയൻസ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ റീജിയൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ പോകുന്നതാണ് ഈ ഒരു പ്രപ്പോസ്ഡ് ഹെറിറ്റേജ് വില്ലേജ് സെറ്റപ്പ് ആവാൻ പോവുകയാണ്. സോ തമിഴ്നാട് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് നമുക്ക് തമിഴ്നാടിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. തമിഴ്നാട് ക്യാപിറ്റൽ ചെന്നൈ ആണ്. ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിനാണ്. ഗവർണർ ഇപ്പോൾ റീസെൻ്റ്ലി എലക്റ്റായ ഗവർണറുടെ പേരാണ് RN രവി. പിന്നെ കുറച്ച് നാഷണൽ പാർക്സ് ഉണ്ട് തമിഴ്നാട്ടിൽ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മുതുമലൈ നാഷണൽ പാർക്ക്, മുക്കുർത്തി നാഷണൽ പാർക്ക്, അന്നാമലൈ നാഷണൽ പാർക്ക്, ഗിണ്ടി നാഷണൽ പാർക്ക്, ഗൾഫ് ഓഫ് മന്നാർ മറൈൻ നാഷണൽ പാർക്ക്. പിന്നെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കളക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, വളനാടു വൈൽഡ് ലൈഫ് സാങ്ച്വറി, വിരളിമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വേദാന്തങ്കൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശ്രീവില്ലിപുത്തൂർ ഗ്രിസിൽഡ് സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതെല്ലാം തമിഴ്നാട്ടിലാണുള്ളത്. പിന്നെ ബൃഹദീശ്വര ടെമ്പിൾ, മീനാക്ഷി അമ്മൻ ടെമ്പിൾ, കാമാക്ഷി അമ്മൻ ടെമ്പിൾ, ഇതെല്ലാം തമിഴ്നാട്ടിലാണുള്ളത്. പിന്നെ കുണ്ടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ്, മദ്രാസ് അറ്റോമിക് പവർ പ്ലാന്റ്, ഇതും തമിഴ്നാട്ടിലാണുള്ളത്. അടുത്ത ന്യൂസ്, 15th എഡിഷൻ ഓഫ് ഇൻഡോ നേപ്പാൾ ജോയിൻറ്റ് എക്സസൈസ് സൂര്യകിരൺ ഈസ് കമൻസ്ഡ് അറ്റ് പിത്തോറാഘർ ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ വെച്ച് ഇൻഡോ നേപ്പാൾ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആയ സൂര്യകിരൺ നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 15th എഡിഷൻ ആയിരുന്നു ഇത്. ജോയിൻറ്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസ് സൂര്യകിരൺ ബിറ്റ്വീൻ ഇന്ത്യൻ ആർമി ആൻഡ് നേപ്പാളി ആർമി ഈസ് കമൻസിങ് ഫ്രം സെപ്റ്റംബർ 20. അപ്പോൾ സെപ്റ്റംബർ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു അറ്റ് പിത്തോറാഘർ ഇൻ ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡ് റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. അതിന് മുമ്പ് നേപ്പാളിൻ്റെ ക്യാപിറ്റലാണ് കാത്മണ്ഡു, കറൻസി റുപ്പിയാണ്. ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റാറ്റിക് GK, ക്യാപിറ്റൽ ദെഹ്റാദൂൺ ആണ്. ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ്. ഗവർണർ ഗുർമീത് സിംഗ് ആണ്. പിന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഗംഗോത്രി നാഷണൽ പാർക്ക്, ഗോവിന്ദ് നാഷണൽ പാർക്ക്, നന്ദാദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക്, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, ഇതെല്ലാം ഉത്തരാഖണ്ഡിലാണുള്ളത്. പിന്നെ ബിൻസാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അസ്കോട്ട് മസ്കഡിയർ സാങ്ച്വറി ആൻഡ് മലൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതും ഉത്തരാഖണ്ഡിലാണുള്ളത്. തെഹ്രി ഡാം, ഭഗീരഥി റിവറിലത്തെ തെഹ്രി ഡാമും ഉത്തരാഖണ്ഡിലാണുള്ളത്. ഭീംതൽ ലേക്കും ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ന്യൂസ്, സിക്കിം ഗവൺമെൻറ് ഡിക്ലെയേഴ്സ് കോപ്പർ മഹ്സീർ, ലോക്കലി കോൾഡ് കേറ്റ്ലി ആസ് എ സ്റ്റേറ്റ് ഫിഷ്. അപ്പോൾ സിക്കിം ഗവൺമെൻറ് കോപ്പർ മഹ്സീറിനെ സ്റ്റേറ്റ് ഫിഷ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോപ്പർ മഹ്സീർ അല്ലെങ്കിൽ അവിടെ ആ നാട്ടിൽ വിളിക്കുന്ന പേര് കാറ്റ്ലി എന്നാണ്. അപ്പോൾ ദ സിക്കിം ഗവൺമെൻറ് ഹാസ് ഡിക്ലെയർഡ് നിയോളിസോച്ചിലസ് ഹെക്സാഗോണോലെപ്പിസ് commonly known as copper mahseer and locally named as Katli as the state fish to highlight the importance of the fish and to give emphasis to its conservation measures. അപ്പോൾ സിക്കിമിൽ
കാറ്റ്ലി എന്ന് പറയുന്ന ഫിഷിനെ, അതായത് കോപ്പർ മഹസീർ എന്ന് പറയുന്ന ഫിഷിനെ, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് നിയോളിസോച്ചിലസ് ഹെക്സാഗണോ ലെപ്പിസ്. ആ ഫിഷിനെ സ്റ്റേറ്റ് ഫിഷായിട്ട് സിക്കിം ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ സിക്കിം റിലേറ്റഡ് ന്യൂസ് ആയതുകൊണ്ട് സിക്കിമിൻ്റെ കുറച്ച് സ്റ്റാറ്റിക് GK നോക്കാം. സിക്കിമിൻ്റെ ക്യാപിറ്റലാണ് ഗാങ്ടോക്ക്. സിക്കിം ചീഫ് മിനിസ്റ്ററാണ് പ്രേം സിംഗ് തമങ് ആണ് ചീഫ് മിനിസ്റ്റർ ഓഫ് സിക്കിം. പിന്നെ ഗവർണർ ഓഫ് സിക്കിം ഗംഗാ പ്രസാദാണ്. പിന്നെ കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് സിക്കിമിലാണുള്ളത്. പിന്നെ ക്യോങ് നോൾസ്ല അൽപൈൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണുള്ളത്. ഷിങ്ബ റോഡോഡെൻഡ്രോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണുള്ളത്. ബാർസി റോഡോഡെൻഡ്രോൺ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിക്കിമിലാണുള്ളത്. പിന്നെ സോലാമോ ലേക്ക് അല്ലെങ്കിൽ ചോളാമു ലേക്ക് ഹയസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യയാണ്, അതും സിക്കിമിലാണുള്ളത്. അടുത്ത ന്യൂസ്, റണീന്ദർ സിംഗ് റീഇലക്റ്റഡ് നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചീഫ്. അപ്പോൾ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫായിട്ട് റണീന്ദർ സിംഗിനെ റീഇലക്റ്റ് ചെയ്തു. അപ്പോൾ ഇതുവരെയായിട്ടും ആ പൊസിഷൻ ചീഫായിട്ട് ഇരിക്കുന്നത് റണീന്ദർ സിംഗ് ആണ്. റണീന്ദർ സിംഗിനെ റീഇലക്റ്റ് ചെയ്തു പ്രസിഡൻ്റായിട്ട്, അതായത് ചീഫായിട്ട്. സോ the governing body for the sport of shooting in the country at the elections held within the premises of Punjab Cricket Association. So aim നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊമോട്ട് ആൻഡ് പോപ്പുലറൈസ് ഷൂട്ടിംഗ് സ്പോർട്സിനെ പ്രൊമോട്ടും പോപ്പുലറൈസും ആൾക്കാരുടെ ഇടയിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യലാണ് ഈ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ എയിം. അടുത്ത ന്യൂസ്, രാജ ഋത്വിക് ആർ ബിക്കംസ് 70th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഹൈദരാബാദിൻ്റെ പ്രോമിസിങ് ആർ രാജ ഋത്വിക് ഹാസ് ബിക്കം ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെസ് റിലേറ്റഡ് ന്യൂസാണ്. സോ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായി ആഫ്റ്റർ ഹി ക്രോസ്ഡ് ദ ELO റേറ്റിംഗ് ഓഫ് 2500 റേറ്റിംഗ് ക്രോസ് ചെയ്തപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററായി. സോ ദ 17-year-old അച്ചീവ്ഡ് ദിസ് ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിൽ ഇൻ എ വെസർകെപ്സോ ഗ്രാൻഡ് മാസ്റ്റർ ചെസ് ടൂർണമെൻറ്റ് അറ്റ് ബുദാപെസ്റ്റ്, ഹംഗറി. അപ്പോൾ ഹംഗറിയിലെ ബുദാപെസ്റ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ചെസ് ടൂർണമെൻറ്റ് നടന്നത്. അവിടെ വെച്ചിട്ടാണ് ഗ്രാൻഡ് മാസ്റ്റർ ആയത്. ഹി തസ് ബിക്കെയിം ദ 70th ഗ്രാൻഡ് മാസ്റ്റർ ഫ്രം ദ കൺട്രി. അപ്പോൾ ഇന്ത്യയിലത്തെ 70th ഗ്രാൻഡ് മാസ്റ്റർ ആയത് രാജ ഋത്വിക് ആർ ആണ്. രാജ ഋത്വിക് ആർ ഹൈദരാബാദാണ് ഹോം ടൗൺ. അപ്പോൾ സുബ്ബരാമൻ വിജയലക്ഷ്മി ഫസ്റ്റ് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ സുബ്ബരാമൻ വിജയലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഒരുവിധം സ്റ്റാറ്റിക് GK, ഒരുവിധമല്ല, ഞാൻ മെയിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിക് GK ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ താങ്ക് യു എവരി വൺ.